രാജ്ഭവനിൽ ഇന്നലെ നടന്ന ഒരു ബഹളം. ആക്ച്വലി അത് അങ്ങനെ ഒരെണ്ണം നടന്നത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണെന്ന് പറയും. കാരണം നമുക്ക് ജനാധിപത്യം മനസ്സിലാവുന്ന ഒരു ജനപ്രതിനിധി ഉണ്ട് എന്ന് പ്രസാദ് തെളിയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനെ തുടർന്ന് സംഘികൾ കടന്നൽ കൂട്ടം ഇളകിയതുപോലെ ഇളകിക്കൊണ്ട് അദ്ദേഹത്തിനെ അടിക്കാനും കൊല്ലാനും നടക്കുകയാണ്. രാജമാതാവ് അങ്ങനെയാണോ പറയുക? അങ്ങനെയല്ല പറയുക, ഭാരതമാതാവ്, ഭാരത രാജ്യത്തിൻ്റെ മാതാവ് എന്നാണ് പറയുന്നത്. ഇന്ത്യയെ ഭാരതമാക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്, ശരിയാണ്. ഇന്ത്യ ഭാരതമാവുന്നതിൽ എനിക്ക് നല്ല സന്തോഷമാണ്. നാളെ ഈ പറയുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ അവിടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ പിന്നെ അവരുടെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കന്യാമറിയത്തിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഭാരതമാതാവ് നിന്നാൽ എങ്ങനെയുണ്ട്? നല്ല രസം ഉണ്ടാവത്തില്ലേ? ഭരതയൊക്കെ ഇട്ടുകൊണ്ട് ഭാരതമാതാവ് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ 3 തരത്തിലുള്ള ഭാരതമാതാവിനെ അവിടെ കൊണ്ടുവന്നിട്ട് പൊട്ട് സിഖുകാരൻ്റെ ഭാരതമാതാവിനെ കൊണ്ടുവയ്ക്കണം. ആ മാതാവുമ്പോൾ തലയിൽ കൂടെ തുണിയിട്ടുണ്ടിരിക്കും. ആ മുടിയൊന്നും കാണിക്കാൻ ഒരു തുമ്മിക്കത്തില്ല, ഈ തലയിൽ ഒരു ഉണ്ട വെച്ച് അതിനകത്ത് കെട്ടി വയ്ക്കും. അങ്ങനെയൊക്കെയല്ലേ ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംഗതി അവിടെ കൊണ്ടുവച്ചിട്ട് അതിൽ തിരി കൊളുത്തുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മൊത്തം ഒരു ഫീലിങ്ങിനെ അവഗണിക്കുകയും ആക്ഷേപിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇത് ചോദിക്കാൻ ഭാരതാംബയെ നമ്മളെല്ലാവരും അംഗീകരിക്കും. അയ്യോ, നമ്മളെല്ലാവരും അംഗീകരിക്കും, ഭാരതത്തിന് അംഗീകരിക്കുന്നു. അതാരാണ് ഈ അമ്പ? മനസ്സിലാകത്തുണ്ട് വയ്ക്കുന്നത്. ശരിയാണ്, മിക്കവാറും നദികൾക്ക് അത്യാവശ്യം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട മേഖലകളിലെല്ലാത്തിനും സ്ത്രീ എന്ന ഒരു കൺസേൺ കൊടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയും. യഥാർത്ഥത്തിലുള്ള സ്ത്രീക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കുകയില്ല. ആൺമേൽക്കോയ്മയുള്ളൊരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നടന്നൊരു വാർത്ത ഞാനൊന്ന് വായിക്കാം. രാജ്ഭവനിലെ പരിപാടിയിൽ RSS ഉപയോഗിക്കുന്ന ചിത്രം പരിസ്ഥിതി ദിന ആചരണ പരിപാടി ബഹിഷ്കരിച്ച് പി പ്രസാദ്. ഔദ്യോഗിക പരിപാടിയിൽ RSS വേദിയിൽ ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രം സ്ഥാപിച്ചതിനെ തുടർന്ന് കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനിലെ പരിപാടി ഉപേക്ഷിച്ചു. പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ നിന്ന് ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് തയ്യാറായില്ല. അപ്പോൾ അത് സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള യുദ്ധമാണ്. ഗവർണർക്ക് അത് അവിടെ വെച്ചേ പറ്റുള്ളൂ. RSSൻ്റെ അജണ്ട അവിടെ കൊണ്ട് കുത്തിക്കയറ്റുകയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ഈ പ്രസാദിനെ കല്ലെറിയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഭാരതാംബ എന്നൊരു കൺസെപ്റ്റ് തന്നെ എപ്പോൾ കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു എന്നൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതെന്താണെന്ന്. അങ്ങനെ ഒരു കൺസേൺ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ റെസ്പെക്റ്റ്ഫുള്ളി ഫേസ് ചെയ്യണമെന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ദിനത്തിൽ അതിനെ ബേസ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഒരു മരമൊക്കെ വെച്ചാൽ അതിനെ ഒന്ന് നമ്മൾ പറഞ്ഞാൽ ആ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ച് നിർത്തി പോകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് വൃക്ഷങ്ങളാണ്. അപ്പോൾ വൃക്ഷത്തിനെ വെച്ചിട്ടാണെങ്കിൽ ചെയ്താലും കുഴപ്പമില്ല. ഇതിങ്ങനെ ഒരു കൺസേൺ കൊണ്ട് വയ്ക്കുന്നത് RSSകാർ അവിടെയും കുത്തിക്കയറി എന്നുള്ളതാണ്. ഈ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് പേരിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് ഒരു വർഗീയ അജണ്ടയാണ്. അതിന് എഗൻസ്റ്റായിട്ട് കൃത്യമായ സമയത്ത് കൃത്യമായി ഇടപെട്ടു പ്രസാദ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സർക്കാർ പരിപാടി സ്വന്തം നിലയ്ക്ക് നടത്താൻ തീരുമാനിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. രാജ്ഭവൻ മെയിൻ ഹാളിൽ വേദിയിൽ RSS ഉപയോഗിക്കുന്ന ഭാരത് മാതാവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വേദി സന്ദർശിച്ചിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഇത് കാരണം ക്യാബിനറ്റ് ഇന്നലെയാണ്, മെനങ്ങാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇന്നലത്തെ ന്യൂസാണ് ഞാൻ വായിക്കുന്നത്. 11 മണിക്ക് മാറ്റിയിരുന്നു. തുടർന്ന് രാവിലെ കൃഷി വകുപ്പിൽ നിന്ന് പരിപാടി റദ്ദാക്കിക്കൊണ്ട് വിവരം അറിയിക്കുകയായിരുന്നു. നിസ്സഹകരണം നല്ലൊരു കാര്യമാണ്. നമ്മൾ സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം വൾഗാരിറ്റിക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സഹകരിക്കാതിരുന്നാൽ മതി, എന്തിനാപ്പോൾ സഹകരിക്കുന്നത്? ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് വി പ്രസാദ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. കൃത്യമാണ്, അദ്ദേഹം ചെയ്ത പരിപാടി തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു വിഭാഗത്തിൻ്റെയും സംഗതി അവിടെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. ഒരു വർഷം മുമ്പാണ് തോന്നുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഒരു പബ്ലിക്, അതായത് പബ്ലിക് എന്ന് പറയുമ്പം നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഒരു പുൽക്കുരിയിടം കൊണ്ടുവന്ന് വെച്ചു. ശരിയായിരിക്കാം, ബേസിക്കലി അവിടെ ഒരുപാട് പേര് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ആശുപത്രി അവരുടെ സ്വന്തമാകത്തില്ല, അത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ കുറച്ച് കൂടി നിൽക്കുന്ന പെർസെൻറ്റേജിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് പുൽക്കുരിടം വെക്കേണ്ട അല്ലെങ്കിൽ പുൽക്കൂട് വെക്കേണ്ട കാര്യം എന്താ? അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പൊതുസമൂഹത്തിനോട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഒത്തിരി പേര് വരുന്ന സ്ഥലത്ത് ഒരു പൊതു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കൂ. ഇവിടെ ഇപ്പോൾ അത്തപ്പൂക്കളമൊക്കെ പൊതു സ്ഥലത്ത് ഇടാറുണ്ട്. അത് പക്ഷേ ദേശീയോത്സവമാണ്, അതൊരു കമ്മ്യൂണിറ്റിയുടേതായിട്ട് മാറുന്നില്ല ഇപ്പോൾ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചിലർ തർക്കിക്കും, കാരണം പൊതുബോധമുള്ളവൻ തർക്കിക്കും, അല്ലാത്തവൻ മൗനമായിട്ട് ഇത് അനുവാദം കൊടുക്കും. RSSകാർ അംഗീകരിക്കുന്ന ഒരു മനസ്സ് കേരളത്തിനില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ കാണിക്കുന്നത്. RSS എന്താണെന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ വർഗീയമാണ്. ആ വർഗീയത
അംഗീകരിക്കാൻ പറ്റുന്നില്ല. വർഗീയത ആളെ കൊല്ലും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പ്രസാദിൻ്റെ ഒപ്പമാണ്. കാരണം കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഗവർണറല്ല, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി വന്ന് പറഞ്ഞാലും നമുക്ക് ചില നിലപാടുകൾ ഉണ്ടായിരിക്കണം. ആ നിലപാടിൽ നമ്മൾ ശക്തമായി നിൽക്കണം. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സാധാരണക്കാർക്ക് എത്ര സാധിക്കും? ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രസാദ് വളരെ നല്ല തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കൃത്യമായ തീരുമാനം, കൃത്യമായി അതിന് ആക്ഷനും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറി അയച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പുള്ളിയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവർ ക്യാൻസൽ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ കുറേ യന്ത്രന്മാർ അതെടുത്ത് വെച്ചിട്ട് ഭാരതമാതാവിനെ അപമാനിച്ചു എന്ന് പറയണം. ഭാരതമാതാവിനെ അപമാനിച്ചു. ഭാരതമാതാവ് അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പല സമയങ്ങളും, പല ആവർത്തി. 2 പെൺകുട്ടികളെ തുണിയില്ലാതെ പാടത്ത് കൊണ്ടുപോയപ്പം ഭാരതമാതാവ് തല കുനിച്ചു. ഭാരതമാതാവെന്ന് മാത്രമല്ല, ഭാരതീയർ ഓരോരുത്തരും മറ്റ് രാജ്യങ്ങളിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാലങ്ങളായി നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. അങ്ങനെ ജൂതന്മാർക്ക് പോലും അങ്ങനെ തോന്നിയില്ല തുണിയില്ലാതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിച്ചറെടുത്ത് നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഭാരതമാതാവ് ഒരുപാട് രീതിയിൽ അവഹേളിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. ഒരു പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്യുക, അവളുടെ കുഞ്ഞിനെ കൊല്ലുകയും അവളുടെ കൂട്ടത്തിലുള്ളവരെ മുഴുക്ക റേപ്പ് ചെയ്ത് നശിപ്പിക്കപ്പെടുകയും വെട്ടിയും കുത്തിയും കൊന്നുകളഞ്ഞ് വംശഹത്യ നടത്തുന്നവന്മാരെ 11 പേരെ നമ്പർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിട്ട് അവന്മാരെ വായിലേക്ക് ലഡ്ഡു കുത്തി കയറ്റി കൊടുക്കുന്ന സമയത്തും ഭാരതാംബ ആത്മാഭിമാന പുളകം കൊള്ളുന്നുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് രീതിയിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ ഭാരതാംബ ആത്മാഭിമാന പുളകം കൊള്ളുകയാണ്. സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെന്ന രീതിയിൽ ഒരുപാട് ദൈവങ്ങളെയൊക്കെ സ്ത്രീകളാക്കുന്ന ഒരു രീതി, നദികളെ സ്ത്രീകളാക്കുന്ന രീതിയിൽ നമ്മൾ അത്യാവശ്യം നല്ല ഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളാണെന്നുള്ളൊരു കൺസേൺ കൊടുത്തിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതാണൊക്കെ ഒന്ന് വരുത്തി തീർക്കുന്ന ഈ മനുഷ്യർക്ക് നമ്മൾക്കൊപ്പം നിൽക്കുന്ന പെണ്ണുങ്ങളെ ഒന്ന് കൺസിഡർ ചെയ്യാൻ തോന്നാത്ത കഷ്ടം തന്നെയാണ്. എന്ത് തന്നെ ആയാലും 50% എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇവിടെ പട്ടി വിലയാണ് എന്നുള്ളതാണ് പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോരെ ഭാരതാംബയെ നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്ത് തലയിൽ കയറ്റാനായിട്ട്. അത് ഇവരുടെ മാത്രം അജണ്ടയാണ്. ഇവിടെ അങ്ങനെ ഒരു ഇതില്ല. ഭാരതാംബ ഇനിയിപ്പോൾ പർദ്ദ ഇട്ടുകൊണ്ട് നിന്നാലും പിന്നെ മറ്റേ കന്യാമറിയത്തിൻ്റെ വേഷം ഇട്ടുകൊണ്ട് നിന്നാലും നമുക്കൊക്കെ ചിരിക്കാനേ തോന്നുള്ളൂ. അത് നിങ്ങൾക്ക് തോന്നിയ ഒരു കൺസെപ്റ്റ്, നിങ്ങളത് അംഗീകരിച്ചു കൊണ്ടുപോകും. അത് എല്ലാവരും അംഗീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് സത്യം പറഞ്ഞാൽ മണ്ടത്തരം മാത്രമല്ല പൊട്ടത്തരവും കൂടെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.